വിദേശത്ത് പോയി MBBS പഠിക്കുന്നത് പോലെ തന്നെ ഇന്നിപ്പോ BSc നഴ്സിംഗ് എന്നുള്ള ഒരു കോഴ്സ് പഠിക്കാൻ ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് എബ്രോഡിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എബ്രോഡിൽ നിന്ന് ഒരുപാട് രാജ്യത്ത് കണ്ടുവരുന്ന ഒരു കോഴ്സ് തന്നെയാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു പക്ഷെ നമ്മുടെ നാട്ടില് പഠിച്ചതിന് ശേഷം എബ്രോഡ് പോയി മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം കൂടിയായിരിക്കാം ഒരുപാട് സ്റ്റുഡൻസ് ഇന്നിപ്പം എന്താണ് ഈ ഒരു കോഴ്സ്, അതായത് BSc നഴ്സിംഗ് എന്നുള്ള ഒരു കോഴ്സ് എബ്രോഡ് പോയി പഠിച്ച് അവിടെ സെറ്റിൽ ആവാനുള്ള ഒരു ഓപ്ഷൻ നോക്കുന്നത്. അപ്പൊ നമുക്കിന്ന് ഒരുപാട് കൺട്രീസ് അവൈലബിൾ ആണ് BSc നഴ്സിംഗ് എന്നുള്ള കോഴ്സ്. ആ ഒരു ഏതൊക്കെ കൺട്രീസ് ഒക്കെയാണ്, അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ EBS എഡ്യൂക്കേഷൻ. ഇന്നിപ്പം നമുക്ക് UK, ജർമ്മനി, ജോർജിയ തുടങ്ങിയ നിരവധി കൺട്രീസ് BSc നഴ്സിംഗ് എന്നുള്ള കോഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് UK എന്ന് പറഞ്ഞൊരു കൺട്രി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ +2 കഴിഞ്ഞതിന് ശേഷം UK പോയി സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഡയറക്റ്റ്, അതായത് ഇപ്പം +2 കഴിഞ്ഞ ഉടനെ നമുക്ക് അവിടെ പോകാനായിട്ട് പറ്റില്ല. നമുക്ക് മിനിമം 1 ഇയറിന്റെ ഒരു ഗ്യാപ്പ് എന്തായാലും വരും. നമ്മൾ ലാംഗ്വേജ്, അതായത് IELTS നമ്മൾ എഴുതണം. അതുപോലെ തന്നെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ UK പോയ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൽ ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് നമുക്ക് UK പോയി പഠിക്കുന്നവർക്ക് സ്കോപ്പ് ഉണ്ട്. ബട്ട് അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഫീസ്, നമ്മുടെ ഒരു ഇയർലി ഫീസ് തന്നെ അറൌണ്ട് 12 lakhs to 19 lakhs ആണ് കണ്ടുവരുന്നത്. ബട്ട് സ്കോളർഷിപ്പ് ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ലിവിംഗ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ജർമ്മനിയിൽ പോകുന്ന പോലെ അത്രയും ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് ഇന്ന് UK കണ്ടുവരുന്നില്ല. സെയിം ആസ് നമ്മൾ ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ്, അതായത് B2 വരെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ജർമ്മനിയിൽ പോയി പഠിക്കാവുന്നതാണ്. ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാം. ബട്ട് നമ്മൾ ലിവിംഗ് കോസ്റ്റ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യേണ്ടി ഇരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് BSc നഴ്സിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കില്ല, ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന കോഴ്സ് ആയിരിക്കും നമ്മൾ അവിടെ പഠിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ജോർജിയയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എനി ലാംഗ്വേജ് എക്സാം നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ജോർജിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് BSc നഴ്സിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത് ജോർജിയയിലാണ്. ജോർജിയയിൽ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജോർജിയയിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോ ചില യൂണിവേഴ്സിറ്റീസിൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ US, ഗൾഫ് കൺട്രീസിലേക്ക് മൂവ് ചെയ്യാനുള്ളതൊക്കെ OET, NCLEX പോലുള്ള കോച്ചിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും ഇന്ന് ജോർജിയയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഓൾറെഡി നമ്മൾ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിത്തൗട്ട് എനി ലാംഗ്വേജ് നമുക്ക് ജോർജിയയിൽ പോയി പഠിക്കാം എന്നുള്ളത്. ബട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പേഷ്യന്റുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ലാംഗ്വേജിന്റെ കോച്ചിങ് ഫസ്റ്റ് ഇയർ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരുന്നുണ്ട്. ഇനി 3+1 ഇയർ ഡ്യൂറേഷൻ വരുന്നതാണ് നമ്മൾ BSc പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ 1 ഇയർ ഇന്റേൺഷിപ്പ് നമുക്ക് ഇപ്പം ഏത് ജർമ്മനിയിലോ സ്പെയിനിലോ ഇറ്റലിയിലോ ഇട്ട് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഇന്ന് ജോർജിയയിൽ അവൈലബിൾ ആണ്. അപ്പം മോസ്റ്റ്ലി നമുക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ക്ലിനിക്കൽസും മറ്റെല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഇന്ന് ജോർജിയയിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ, അതായത് BSc നഴ്സിംഗ് എന്നുള്ള കോഴ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് എബ്രോഡ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.